ഹലോ ഗായ്സ്, നമ്മുടെ GTA 5 മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കണ്ടവർക്കറിയാം, നമ്മുടെ പ്രസിഡന്റിന് പണി കൊടുക്കാൻ വേണ്ടി പോണതാട്ടാ. അപ്പൊ നമ്മളിതേ പ്രസിഡന്റ് വീണ്ടും അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതേ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ കത്തിക്കാനുള്ള പ്ലാനിങ്ങിലാണ് നിൽക്കണത്. നമ്മുടെ ഷിംചാനും ചോപ്പിന് ഈ പ്രസിഡന്റ് ആണ് കേട്ടാ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയേ. അപ്പൊ നമ്മൾ തിരിച്ചൊരു പണി കൊടുക്കാന്നുള്ള സ്കീമിലാണ് നിൽക്കണേട്ടാ. അപ്പൊ അതേ ഒരു പെണ്ണുമ്പിള്ള പോകുന്നുണ്ട്, നമ്മളെന്തായാലും ബോംബ് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ബോംബ് എടുത്ത് നമ്മുടെ ഹെലികോപ്റ്ററിലേക്ക് എറിയാം. വേഗം എറിഞ്ഞ് നമുക്ക് ഓടാട്ടെ ഇനി ഇവിടുന്ന് പോവാ. വാടാ മാറാ ട്രവറെ, ഇപ്പൊ അതേ പോലീസുകാർ വരും, നമുക്ക് വാണ്ടഡ് കിട്ടൂട്ടാ. നമ്മളതേ ഡ്രൈവറിന്റെ ബാങ്ക് കയറ്റി നമ്മളങ്ങനെ പോയിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോ നമ്മുടെ പ്ലാനിങ്ങിലൊക്കെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നമ്മുടെ എയർപോർട്ട് നമ്മുടെ ഡ്രൈവർ എണ്ണം പറഞ്ഞൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ലൊക്കേഷൻ ഒരു ജാതി എന്തോ ഒരു സ്ഥലത്ത് നിക്കണേട്ടാ. അപ്പൊ കുറച്ച് ദൂരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് പെട്ടെന്ന് പ്ലാൻ മാറ്റിയിട്ടില്ല, ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് മാത്രം ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രവർ അണ്ണനാണ് ഇതിൽ മെയിൻ പ്ലാൻ അഡ്ജസ്റ്റ് ചെയ്യണ ആൾ കേട്ടോ. അപ്പൊ നമ്മള് ട്രവർ അണ്ണനെ നമ്മുടെ പ്രസിഡന്റിന്റെ അടുത്തേക്ക് വിടും കേട്ടോ. കാരണം നമ്മളറിയാലോ, ഫ്രാങ്ക്ലിനെ അറിയാലോ, നമ്മുടെ പ്രസിഡന്റിന് നമ്മുടെ ട്രവറിനെ അറിയില്ലല്ലോ. അപ്പൊ നമ്മുടെ ട്രവർ അണ്ണനെ നമ്മളെ പ്രസിഡന്റിന്റെ അടുത്ത് വിട്ടിട്ട് കാര്യം പറയും. അയ്യോ സാർ, നിങ്ങളെ ഹെലികോപ്റ്റർ പോയോ? അപ്പോൾ അതേ എൻ്റെ വേറൊരു സ്വന്തമായിട്ട് പ്രൈവറ്റ് ജെറ്റ് ഉണ്ട്, നിങ്ങളെ വേണമെങ്കിൽ ഞാൻ ആ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടാക്കാന്നുള്ള രീതിയിൽ നമ്മുടെ പ്രസിഡന്റിന്റെ അടുത്ത് നമ്മുടെ ട്രവറിനെ സെറ്റ് ചെയ്തെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചാൻസ് കിട്ടി അവനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ട്രവറിന്റെ അടുത്ത്. അപ്പൊ ട്രവറെണ്ണം പറഞ്ഞു കൊല്ലണോ, ജീവനോടെ കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൊല്ലാലോ. അപ്പൊ അതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. നമ്മളെന്തായാലും ചെറിയൊരു പണി കൊടുക്കണം എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രസിഡന്റിന്. അപ്പൊ ഇത് നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രവർ നേരെ പോയിട്ട് നമ്മുടെ പ്രസിഡന്റ് അടുത്ത് പോയി ഇങ്ങനെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ആളെ കൂട്ടിക്കൊണ്ട് നമ്മുടെ എയർപോർട്ട് പണിതിട്ടില്ലേ അവിടേക്ക് വരാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ പ്ലാൻ മൊത്തം നിന്നിലാണ് നിൽക്കണം നമ്മുടെ ട്രവർ അണ്ണൻ. അപ്പൊ നിന്നെ വിശ്വസിച്ചാണ് നമ്മൾ പോണേ. അപ്പൊ നമുക്ക് എന്തായാലും പോവാട്ടാ, ഇനി വണ്ടി എടുത്ത് പോവാം. അല്ലാണ്ട് ഇപ്പൊ വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. നമ്മുടെ ട്രവർ അണ്ണൻ എന്തായാലും നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തോളും. നമ്മുടെ ട്രവർ അണ്ണനെ നമുക്ക് നല്ല വിശ്വാസം ഉണ്ട് കേട്ടാ. അപ്പൊ ബെസ്റ്റ് ഓഫ് ലക്ക് ട്രവർ അണ്ണാ, നീ എന്തായാലും പോയി നമ്മുടെ പ്രസിഡന്റിനെ കൂട്ടിട്ട് വാ. ഞാൻ എന്തായാലും എയർപോർട്ടിന് അവിടെ നിൽക്കാട്ടാ. അപ്പൊ നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ട്രവർ അണ്ണൻ എന്തായാലും പോയി പ്രസിഡന്റിന്റെ ഇതാക്കി വന്നോളൂ. ഇനി തല്ലു കൂടുമെന്ന് അറിയില്ല കേട്ടാ. ചിലപ്പോ പ്രസിഡന്റിനെ ഇവൻ തന്നെ വെടിവെച്ച് കൊണ്ടുവരും കേട്ടാ. ഓക്കെ ഗൈസ്, നമ്മുടെ ട്രവർ അണ്ണൻ നേരെ നമ്മുടെ പ്രസിഡന്റ് അടുത്ത് പോകുന്നുണ്ട്. അയ്യോ സാർ, എന്താണ് പറ്റിയേ? പ്രസിഡന്റ് സാർ എന്താണ് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ. ഇവര് നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടുത്തെ പോലീസുകാർ പറയുന്നുണ്ട് ഇവിടുന്ന് പോണ ചെറുക്ക ഭയങ്കര അലമ്പ് വർത്താനട്ടാ. അപ്പൊ അത് നമുക്ക് എന്തായാലും പ്രസിഡന്റിനെ മാറ്റി നിർത്തി സംസാരിക്കാം. നമ്മുടെ പോലീസുകാർ ഇവിടെ നിൽക്കണ കാരണം എന്തായാലും ഇതാവില്ല കേട്ടാ. ഓക്കെ, നമ്മുടെ ട്രവർ അണ്ണൻ എന്തേ നമ്മുടെ പ്രസിഡന്റ് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് എയർപോർട്ട് ഉണ്ട്. അപ്പൊ സാറ് വരാണെങ്കിൽ എനിക്കൊരു പ്രൊമോഷൻ ആവുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞു കേട്ടാ. അപ്പൊ ആള് പറഞ്ഞു പ്രൊമോഷൻ ആണെങ്കിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞു കേട്ടാ. അപ്പൊ നമ്മൾ പെട്ടു എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മുടെ ട്രവർ അണ്ണൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പ്രൊമോഷൻ വേണ്ട, എന്നാ ഞാൻ വെറുതെ താങ്കളെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് പാരിതോഷികം തന്നാലും മതി എന്നൊക്കെ നമ്മുടെ ട്രവർ അണ്ണൻ അടിച്ചു വിടുന്നുണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ ട്രവർ അണ്ണൻ ആരാള്. അപ്പൊ നമ്മുടെ ട്രവർ അണ്ണൻ ഒരു കാര്യം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോ നമ്മുടെ ട്രവർ അണ്ണന്റെ അടുത്ത് പറഞ്ഞു നേരെ പോയി വണ്ടിയിൽ കയറി ഇരിക്കുക, വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് നീ വേണം ഞങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കേട്ടാ. അത് കേട്ടപ്പോ നമ്മുടെ ട്രവർ അണ്ണന് ദേഷ്യമായി. ഞാൻ ആര് വേലക്കാരനോന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് എയർപോർട്ടുള്ള ആളാണ്, എന്നെ കൊണ്ട് ഡ്രൈവർ ആക്കിയെന്നൊക്കെ പറയുന്നു കേട്ടാ. അങ്ങനെയാണെങ്കിൽ താങ്കൾ പോയിക്കോ, താങ്കളുടെ പ്രൈവറ്റ് എയർപോർട്ടിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു കേട്ടാ. അപ്പൊ ട്രവർ അണ്ണൻ സോറി സാർ, ഞാൻ എന്തായാലും നിങ്ങളെ ഫ്രീ ആയിട്ട് കൊണ്ടുവരാം, ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞു കേട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പ്രസിഡന്റിന്റെ വണ്ടിയുടെ അടുത്ത് പോവാട്ടെ ഇനി. ഓക്കെ ഗൈസ്, ദേ നമ്മളങ്ങനെ നടന്നതേ നമ്മുടെ പ്രസിഡന്റിന്റെ ഇതേതാ വണ്ടി, നീളം കൂടിയ ലിമോ ആണ് ഗൈസ്. ഇതേ ഗോൾഡൻ കളറാണ് കേട്ടാ. ഗോൾഡൻ കളറല്ല, ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇത് എന്തായാലും നല്ല അത്യാവശ്യം വില കൂടിയ വണ്ടിയാണ്. അപ്പൊ FBI ആള് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ? അപ്പൊ ആള് പറഞ്ഞു ഞാനിപ്പോ നമ്മുടെ പ്രസിഡന്റിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നേക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പെർമിഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കേട്ടാ. അപ്പൊ നമ്മള് പറഞ്ഞു നമ്മളാണ് കൊണ്ടുപോകാൻ, വേണമെങ്കിൽ പ്രസിഡന്റിന്റെ അടുത്ത് ചോദിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഓക്കെ, നമ്മുടെ പ്രസിഡന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് വണ്ടി എടുക്കാൻ പറഞ്ഞു കേട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുക്കാം. അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ഇവരെ പരിചയപ്പെടുത്തി തരാണ്, ഇന്ന ആൾക്കാരാണ് ഇവർ നമ്മുടെ കൂടെ വരുന്നൊക്കെ. അപ്പോൾ നമ്മളെന്തായാലും പരിചയപ്പെടലൊക്കെ പിന്നെ പരിചയപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെന്തായാലും ഡ്രൈവർ അണ്ണൻ എന്തായാലും നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാണ് കേട്ടാ. നമ്മുടെ ഡ്രൈവർ അണ്ണനാണ് കേട്ടാ നമ്മുടെ വണ്ടി എടുക്കാൻ പോണേ. അപ്പോൾ അതേ പഴയ വണ്ടിയാണ്, നല്ല പുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുത്ത് വേഗം പോവാട്ടാ. നമ്മളങ്ങനെ നമ്മുടെ പ്ലാൻ സക്സസ് ആയിട്ടുണ്ട്. നമ്മളിത് നമ്മുടെ പ്രസിഡന്റിനെ കൂട്ടിയാണ് വരണേ.
നമ്മുടെ പോലീസുകാരില്ലെങ്കിൽ നമുക്ക് അയാളെ കൊല്ലായിരുന്നു കേട്ടോ. നമുക്ക് എക്സ്കോർട്ടും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല, നമ്മൾ തന്നെയാണ് പോണേട്ടാ നമ്മുടെ പ്രസിഡന്റിനെ കൂട്ടി. അപ്പൊ ഈ FBI ഏജന്റ് ആണെങ്കിൽ നല്ല ചൊറ വർത്താനം പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ട്രെവറിന്റെ ദേഷ്യം വരുന്നുണ്ട്, ട്രെവർ വണ്ടി നിർത്തി ഇറങ്ങി ഓടിയാലോന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ FBI ഏജന്റ് പറഞ്ഞു വേണ്ട, സോറി തെറ്റ് പറ്റി എന്റെ ഭാഗത്താന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് പോവാണ്. അപ്പൊ നമ്മുടെ ഇനി ഫ്രാങ്ക്ലിൻ അവിടെ എത്തിക്കാണാവോ? നമ്മളെന്തായാലും നമ്മൾ പറഞ്ഞ പണി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇനി ഫ്രാങ്ക്ലിൻ അവിടെ എത്തണ താമസം മാത്രമേ ഉള്ളൂ. ഫ്രാങ്ക്ലിന് മാത്രമല്ല, നമ്മുടെ ട്രെവർ നമ്മുടെ പ്രസിഡന്റിന്റെ കൂട്ടി വരുന്നുണ്ട്. എന്നാലാണ് നമ്മുടെ പ്ലാൻ സക്സസ് ആവുള്ളൂ കേട്ടാ. അപ്പൊ ഇതുവരെ നമ്മുടെ പ്ലാനുകൾക്ക് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മുടെ ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫ്രാങ്ക്ലിൻ നമ്മുടെ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടാ. നമ്മുടെ ട്രെവർ തന്ന ലൊക്കേഷൻ നോക്കി, മൗണ്ട് ചില്ലിയാടിന്റെ മേലേട്ടാ. ഇവിടെയാണ് നമ്മുടെ ട്രെവറിന്റെ നമ്മുടെ എയർപോർട്ട് പണിത് വെച്ചാണ്. നമുക്ക് വലിയൊരു തിരിച്ചടി പോയിട്ടാ. അപ്പൊ ഇവിടൊക്കെ പ്രസിഡന്റ് വിശ്വസിക്കാവോ? എന്തായാലും അറിയത്തില്ല. അപ്പൊ നമ്മുടെ പേരിലാണ് കേട്ടോ ഈ എയർപോർട്ട് ഉള്ളത്, പ്രൈവറ്റ് എയർപോർട്ട് കേട്ടാ. 2.5 കോടി കൊടുത്ത് മേടിച്ച് ഉണ്ടാക്കിയ മുതലാണ് കേട്ടാ. അത്യാവശ്യം നല്ല പൈസയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല കേട്ടോ, നമ്മളിത് പാപ്പരായിട്ടുണ്ട് കേട്ടാ. നമ്മുടെ ചേട്ടനത് അറിയാണെങ്കിൽ നമ്മളെ കൊല്ലുന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും കേട്ടാ. അപ്പൊ നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം കേട്ടോ. കാരണം നമ്മുടെ ഫ്രാങ്ക്ലിനെ ഗൈസ്, നമ്മുടെ ട്രെവർ നമ്മുടെ പ്രസിഡന്റിനെ കൂട്ടി വരുമല്ലോ. അപ്പൊ നമ്മുടെ വണ്ടീനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്പോട്ട് ചെയ്യുമല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും മാറി നിൽക്കാം. ഇവിടെ എന്തായാലും വണ്ടി പാർക്ക് ചെയ്താലോ, അല്ലെങ്കിൽ വേറെ സ്ഥലം നോക്കാട്ടാ. ഇവരെങ്ങാനും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകുമല്ലോ. അപ്പൊ നമുക്ക് വേറെ വല്ല സ്ഥലം നോക്കാം. ഇതിൽ കൂടെ അങ്ങനെ വരാണെങ്കിൽ നമ്മൾ ഗൈസ് നമുക്ക് ആ അടിയിൽ തുഞ്ചത്ത് പാർക്ക് ചെയ്യാട്ടാ. അതാകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല എന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇവിടെ തന്നെ പാർക്ക് ചെയ്യാം. ഗൈസ് നമ്മളങ്ങനെ വണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും മേലേക്ക് പോകട്ടെ. നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള എയർപോർട്ട് എങ്ങനെയാണെന്നറിയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകണ്ട. ഇവിടെ എന്തോ കേസിന് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സെറ്റപ്പ് ആയിട്ടുള്ള ഇത് തന്നെയാന്ന് തോന്നുന്നത്. നമുക്ക് അകത്തേക്കുള്ള വഴി ഇതാന്ന് തോന്നുന്നത്. ATM കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സെറ്റപ്പ് തന്നെ നമ്മുടെ ട്രെവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇയാളെന്തോ കേസിന് പിടിച്ചേക്കുന്നതാട്ടാ. അപ്പോൾ ഇവിടുത്തെ FBI കുഴപ്പമില്ല, നമ്മുടെ തന്നെ സെക്യൂരിറ്റീസ് ആട്ടാ, നമ്മുടെ തന്നെ വേലക്കാരാണ്. കാരണം സ്ഥലം നമ്മുടെയാണ് കേട്ടോ. അപ്പം നമുക്കെതിരെയാണെന്ന് അറിയില്ല. വേറെ ഏതൊരാളെ ഡ്രഗ്സ് കൊണ്ടുപോകണ വഴിയിൽ പിടിച്ചതാട്ടാ ചെക്കിങ്ങില്. അപ്പം ഇയാളുടെ കാര്യത്തിൽ എന്തായാലും തീരുമാനമായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഇയാളെ വേണമെങ്കിൽ പൂട്ടിയിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ പോലീസുകാരെ നമ്മളൊന്നും ചെയ്യില്ല, നമ്മുടെ ആൾക്കാർ തന്നെയാ മച്ചാന്മാരെ. അപ്പം നമ്മൾ 2.5 കോടി കൊടുത്ത് ഉണ്ടാക്കിയ മുതലാണ് കേട്ടത്. അപ്പം നമുക്കിനി എന്തായാലും നമ്മുടെ മേലേക്ക് പോയി മേലത്തെ കാഴ്ചകൾ നീ കണ്ടിട്ടില്ലല്ലോ, ഞാനും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെവർ അണ്ണൻ അത്യാവശ്യം പൈസ ഇതിനു വേണ്ടി പൊട്ടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും മുക്കിയിട്ടില്ല കേട്ടോ നമ്മുടെ ട്രെവർ അണ്ണൻ. നമ്മുടെ ട്രെവർ അണ്ണൻ അങ്ങനെ മുക്കണ ആളൊന്നല്ല, എന്നാലും നമ്മൾ വെറുതെ ഒരു ഫ്ലോയിൽ പറഞ്ഞാട്ടെ. ഇവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വെച്ച് പിടിച്ചെന്ന് തോന്നുന്നുണ്ട്. ഇതാന്ന് തോന്നുന്നുണ്ട് നമ്മുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് റൂം കേട്ടോ. നമ്മുടെ ബാക്കിയുള്ള ഇന്റർനാഷണൽ എയർപോർട്ട് അത്ര സെറ്റപ്പ് ഇല്ലെങ്കിലും അത്യാവശ്യം സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മറ്റേ ബലൂൺ ഉണ്ട് കേട്ടോ, മറ്റേ വലിയ ഹോട്ടൽ ബലൂൺ. അപ്പോൾ ഇവിടെ സ്റ്റൺ ബൈക്കൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ മേലെക്കൂടെ വരാനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ മറ്റേ വണ്ടി ഗോൾഫിലൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടിയില്ലേ. പിന്നെ ഫയർ എഞ്ചിനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആംബുലൻസ് ഉണ്ട് കണ്ടോ, ആംബുലൻസ് ഉണ്ട്. പിന്നെ സ്വന്തമായിട്ട് ഇവിടെ പെട്രോൾ പമ്പൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഒരു കുറ്റിയുള്ളൂ, അതൊക്കെ മതിയാവുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സെക്യൂരിറ്റിൻ്റെ കാറാണ് കേട്ടോ. നമുക്ക് എന്തായാലും ലൈറ്റ് കത്തിക്കാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആൾക്കാരാണല്ലോ ഇതൊക്കെ. ലൈറ്റ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയുടെ. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പറയണ പോലെ തന്നെയാണ് കേട്ടോ. അവിടെ ഒരു പ്ലെയിനും കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എയർപോർട്ടിലാകെ ഒരു പ്ലെയിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ലഗേജിങ് ഏരിയ കേട്ടോ. നമ്മുടെ അടിയിൽ കൂടെ ലഗേജ് മേലേക്ക് വരുന്ന സെറ്റപ്പ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ സ്റ്റക്കായിട്ട് നിൽക്കാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ലഗേജൊക്കെ ഈ സാധനത്തിൽ ഇട്ടിട്ട് ഈ വണ്ടിയിലാണ് നമ്മുടെ പ്ലെയിനിൽ ലോഡ് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെ പ്രൈവറ്റ് എയർപോർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ജെറ്റൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതാണ് മറ്റേ കൊടിവീശലുകാരൻ കേട്ടോ. ഇതാണ് നമ്മുടെ കൊടിവീശലുകാരൻ. അപ്പോൾ ഇത് ഏതൊരാളുടെ ഹോട്ട് എയർ ബലൂണാണ് കേട്ടോ. ഇതിൻ്റെ ശരിക്കുള്ള പേര് എന്താണെന്ന് എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റിൽ ഇട്ടോളോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തോളാം. അപ്പം നമുക്കിനി എന്തായാലും നമ്മുടെ പ്രസിഡന്റിന് വരെ മാത്രം നമുക്ക് വെയിറ്റിംഗ് ഉള്ളൂ കേട്ടോ. നമ്മുടെ ട്രെവർ അണ്ണൻ നേരത്തെ വന്നാൽ മതിയായിരുന്നു. നമ്മുടെ ട്രെവർ അണ്ണൻ വരണ അനുസരിച്ചാണ് നമ്മുടെ പ്ലാനിങ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെന്തായാലും ഇത് ജെറ്റ് ആയിട്ട് റെഡി ആയിട്ട് നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ വീഡിയോ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ നമ്മുടെ പ്രസിഡന്റ് ആയിട്ട് വരും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.